നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസംഗിക്കുമ്പം വിടുതല പ്രസംഗിക്കുന്നത്, അനുഗ്രഹമോ പ്രസംഗിക്കുന്നത്, സ്തോത്രം. ഞാൻ കഷ്ടപ്പെടുമെന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ എയർ കണ്ടീഷണർ റൂമിലാണ് ഇരിക്കുന്നത്. എന്റെ ഓഫീസ് എയർ കണ്ടീഷനാ, റൂം എയർ കണ്ടീഷനാ, കാർ എയർ കണ്ടീഷനാ. അതിന്റെ ഒക്കെ തിരിച്ചോണ്ട് കഷ്ടത ദൈവം മറ്റൊന്ന് വരവാ നിങ്ങളോട് പറയാൻ ഈസിയാ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വേണം പറയാൻ. സ്തോത്രം. ജയിലിക്കടൊക്കെ രണ്ടാമത് ദാസന്മാർ വന്ന് പറയട്ടെ കഷ്ടപ്പെടുമെന്ന്. കഷ്ടത ദൈവം തരുന്നതാണെങ്കിൽ സഹിക്കണം. പക്ഷെ പാവപ്പെട്ട ജനത്തോട് കഷ്ടത പറയുകയും സുഖിച്ച് ഞാൻ എയർ കണ്ടീഷനിനകത്തിരിക്കുന്നു ശരിയായ കാര്യമല്ലെന്ന് ഞാൻ ചിന്തിക്കും. ഞാനൊരു കോട്ടയത്തിനടുത്ത സമയത്ത് താൽക്കാലിക ശുശ്രൂഷകനായി കുറെ നാളുകൾക്ക് മുമ്പ് പോയായിരുന്നു. അപ്പോൾ അവിടെ വിദേശത്തു നിന്ന് ഒരു അച്ഛൻ വന്നപ്പോൾ സെക്രട്ടറി വന്ന് പറഞ്ഞു, ഈ അച്ചായൻ അവിടുത്തെ സെക്രട്ടറി ഇച്ചിരി സമയം കൊടുക്കുന്നു. അരമണിക്കൂർ സമയം കൊടുത്ത് അച്ചായൻ പ്രസംഗിച്ചതെല്ലാം കഷ്ടത അനുഭവിക്കാനുള്ള വരം ദൈവം നൽകി. കഷ്ടപ്പെടണം. ഞാൻ പിറ്റേ ആഴ്ച അച്ഛൻ്റെ വീട്ടിലായിരുന്നു എനിക്ക് ലഞ്ച്, എനിക്ക് ഫാമിലിക്ക്. അപ്പൊ ഞാൻ പിറ്റേ തിങ്കളാഴ്ച പോവാം. അച്ഛാ ധൃതി വെച്ച് പോകുന്നേ. അച്ഛൻ പറയാ, അത് എന്റെ എസ്റ്റേറ്റിൻ്റെ 35 ഏക്കർ ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വന്ന 35 എസ്റ്റേറ്റിന്റെ കൂടെ 35 ഏക്കറോട് പെട്ടെന്ന് എഴുതിക്കാൻ വന്ന അച്ഛനാ പറഞ്ഞത്. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി പുതുനിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ നൃത്തമുണ്ടോ, ആരാധനയിൽ നൃത്തമുണ്ടോ, അതുപോലെ ദാവീദിൻ്റെ നൃത്തം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ദീർഘമായി ചിന്തിക്കുകയായിരുന്നു. ആ ചിന്ത അതിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ പുതുനിയമ ആരാധനയായ സത്യാരാധനയുടെ ആഴങ്ങൾ നമ്മൾ തേടുകയായിരുന്നു. അതിനായിട്ട് ഇസ്രായേലിൻ്റെ ആരാധനയും പുതുനിയമ ആരാധനയും ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിച്ചു. പല കാര്യങ്ങളും മനസ്സിലായി. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപറ്റം ആളുകൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം. നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത മെസ്സേജ് ഒത്തിരി പേര് കേട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയ സംഖ്യ ആളുകൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെയൊന്നും ഫെലോഷിപ്പുകളിൽ കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം. ആ കാരണത്താൽ ചിലരൊക്കെ സന്തോഷിച്ച് കാണും, ചിലർക്ക് മനസ്സിലായി കാണണമെന്നില്ല. എന്തായാലും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആ ഭാഗം നമ്മൾ അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് ശരിക്കും നമ്മൾ മുൻപ് ടാബർനാക്കിൾ സ്റ്റഡി നടത്തിയ ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പുറമേ നിന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ആ ചോദ്യങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അതായത് ഈ പഴയ നിയമ ഭാഗങ്ങളെ നമ്മൾ നിഴലെന്നുള്ള നിലയിൽ പരിഗണിക്കും. അപ്പോൾ അതിൻ്റെ പൊരുളെന്നുള്ള നിലയിൽ പുതുനിയമം നമ്മുടെ മുമ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ചില മൂപ്പന്മാർ പറഞ്ഞതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നൃത്തവും ബഹളമൊക്കെ വന്നത്. അങ്ങനെ ആഴ്ചകൾ, മാസങ്ങൾ അങ്ങനെ പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ അവസരം കിട്ടിയില്ല. പക്ഷേ ഇന്ന് ആ കാര്യത്തിലേക്ക് കടക്കണമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ അതിലേക്ക് കടക്കാതെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളെ കാണിച്ചുകൊണ്ട് ആ വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാം. ആ വീഡിയോ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഗൗരവമെന്ന് മനസ്സിലാകില്ല. പകരം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ആ വീഡിയോ, അതിൽ പറയുന്ന കാര്യങ്ങളെ വിശ്വാസി സമൂഹം 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിനകത്ത് വന്ന കമൻസൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കമൻസൊക്കെ ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ്, അതായത് പ്രസംഗി പറഞ്ഞ കാര്യത്തോട് യോജിച്ചുകൊണ്ടാണ്. 1-2 പേരോ മറ്റോ ആണ് നെഗറ്റീവായിട്ടുള്ള കമൻസ്, അതായത് ആ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ടുള്ള കമൻസ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അതിനോട് യോജിക്കുന്നു, അത് വൈറലായി വരുന്നു, ആ പറയപ്പെട്ട ആശയങ്ങൾ അനേകരെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അതിൽ നിന്നൊരു മെസ്സേജ് തയ്യാറാക്കാനുണ്ടോ? വേദപുസ്തക സംബന്ധിയായ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളൊരാശയം ഉരുത്തിരിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ പലരോടും ചോദിച്ചു. കുറച്ച് പേര് അതിനൊരു മറുപടിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ചിലരൊക്കെ അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനൊരു വീഡിയോ കാണിച്ചുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവരെന്താ ഈ വീഡിയോകളൊക്കെ കാണിച്ച് പറയുന്നേ എന്ന് ചിന്തിക്കരുത് ആരും. മേലാൽ നമ്മളെ കേൾക്കുന്നവരും അങ്ങനെ ചിന്തിക്കരുത്.
നൂറുകണക്കിന് പതിനായിരക്കണക്കിന് മെസ്സേജുകളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതായത് മലയാളി സമൂഹം എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഉള്ള ദൈവസഭകളിലുള്ള മെസ്സേജുകളെല്ലാം ലൈവ് വരുന്നുണ്ട്. അത് മിക്കവാറും ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മറ്റ് ഇതര പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം മെസ്സേജുകൾ വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്ന് നമ്മൾ ഒരു കാര്യം നമ്മുടെ കൺവെട്ടത്ത് വന്നപ്പോൾ നമുക്ക് ആത്മപ്രേരണ വന്നതുകൊണ്ടാണ് നമ്മളത് കാണിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പറയുന്നത്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കേട്ടാൽ ഒന്നും തോന്നില്ല. പക്ഷേ അതിലെ അപകടം എന്തെന്ന് ചോദിച്ചാൽ സമകാലീന പെന്തിക്കോസ്ത് സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിയാണ് എനിക്കതിലൂടെ നിങ്ങളെ കാണിച്ചു തരാനുള്ളത്. സമകാലീന പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ആ പെന്തിക്കോസ്ത് ഉറക്കം തൂങ്ങിപ്പോയതിൻ്റെയും വചനത്തിൽ നിന്ന് വഴുതി മാറിപ്പോയതിൻ്റെയും ചില ഉള്ളടക്കങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. സത്യത്തിൽ നമ്മുടെ സാറ്റർഡേ മീറ്റിങ്ങിൽ അവിടെ ഈ വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ വിശദീകരണം അടുത്ത ആഴ്ച പറയാമെന്ന് പറഞ്ഞെങ്കിലും നമുക്കവിടെ ഒരു സാവകാശം കിട്ടിയില്ല. പിന്നീട് അവിടെ ഗൗരവമായ ചില സബ്ജക്റ്റുകൾ വന്നതുകൊണ്ട് ആ വിഷയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്തൊന്നും ഇത് പറയാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇവിടെ ഈ സൺഡേ മീറ്റിങ്ങിൽ ഒന്നെടുത്ത് അതൊന്ന് പറഞ്ഞ് അതിനകത്ത് ചില കാര്യങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ട സ്വരത്തിൻ്റെ ഉടമ പ്രസിദ്ധമായ ഒരു പെന്തിക്കോസ് ഓർഗനൈസേഷൻ്റെ ഓവർസിയറാണ്. ഇപ്പോൾ അദ്ദേഹം അതും കഴിഞ്ഞ് അതിനപ്പുറമായിട്ടുള്ള വലിയ പദവിയിലേക്ക് പോയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചില മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ജനറൽ കൺവെൻഷനിൽ തിരുവല്ലായിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം, അതായത് ലാസ്റ്റ് ഡേയിൽ, എനിക്ക് തോന്നുന്ന സമാപന ഡേയിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ മെസ്സേജായിരിക്കും. അപ്പോൾ അദ്ദേഹത്തോടും ആ സമൂഹത്തോടും താല്പര്യമുള്ള ആരോ അതിലെ കുറച്ച് ഭാഗം, അവർക്ക് വളരെ താല്പര്യം തോന്നിയ ഭാഗമായിരിക്കും ഇത്. അങ്ങനെയല്ലേ ഓരോരുത്തരും ചെയ്യുന്നത്. അവർക്ക് താല്പര്യം തോന്നുന്ന, അവരെ ആകർഷിക്കുന്ന കാര്യങ്ങളെ അവർ റീൽസെന്നോ ഷോർട്സെന്നൊക്കെയുള്ള നിലയിൽ തയ്യാറാക്കും. അങ്ങനെ അത് അപ്ലോഡ് ചെയ്യും. ഇത് ഒരു റീൽസ് എന്നുള്ള നിലയിലാണ്. ഇത് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലാണ് ഇത് വന്നത്. വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മുടെ കൺവെട്ടത്ത് വന്നത്. ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ ആദ്യ കേൾവി തന്നെ എനിക്ക് നെഗറ്റീവ് ഫീലിങ്സാണ് ഉണ്ടായത്. പോസിറ്റീവായ ഒരു കാര്യം എനിക്കതിൽ നിന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ സകല മനുഷ്യരും പോസിറ്റീവായിട്ടാണ് പറയുന്നത്. സകല മനുഷ്യരും, പാസ്റ്റേഴ്സൊക്കെ, ഇത്ര സത്യസന്ധനായൊരു മനുഷ്യൻ, എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ വളച്ചു കെട്ടി തിരിച്ചു കെട്ടി മറച്ചു വെച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം തുറന്ന ഹൃദയത്തോടെ, ഒരു ശിശുവിൻ്റെ ഹൃദയ നൈർമല്യതയോടെയാണല്ലോ അദ്ദേഹം പറയുന്നത്. ഒരു 6 മാസം പ്രായമായ കൊച്ചിൻ്റെ ഹൃദയം എങ്ങനെ തുടിക്കുന്നു ആ തുടിപ്പോടു കൂടിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര കണ്ടെത്തലുകളാണ്. അപ്പോൾ ആ കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും രണ്ട് കാര്യമാണ്. അതായത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ വലിയ സമൂഹം, വിശ്വാസി സമൂഹം, അവരുടെ കണ്ടെത്തലുകൾ അതൊരു സൈഡിൽ നിൽക്കുന്നു, മറു സൈഡിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നിൽക്കുന്നു. ഇത് രണ്ടും കൂടെ തൂക്കി നോക്കുമ്പോൾ വട്ടപൂജ്യമാണ്. ഒരു സമൂഹം അധോഗതിയിലേക്ക് പോകുന്നു എന്നല്ലാതെ മേൽഗതി പ്രാപിക്കുന്നു എന്ന് പറയാനായിട്ട് സാധ്യമല്ല. അങ്ങനെ പറയാനായിട്ട് സാധ്യമല്ല. അതായത് വിശുദ്ധ തിരുവഴുത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ എല്ലാം ബലി കഴിച്ചുകൊണ്ടാണ് നമ്മുടെ മാന്യ പ്രസംഗിയാർ പ്രസംഗിച്ചു പോകുന്നത്. അത് പലരും ചിന്തിക്കുന്നില്ല. എന്താണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാന തത്വങ്ങൾ? പുതിയ നിയമസഭയുടെ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലല്ലേ ആ തത്വങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനൊരു സംഭവം പലരുടെ ഉള്ളിലില്ല. ഇല്ലാത്തതുകൊണ്ട് ഓക്കെ, അദ്ദേഹം എന്തൊക്കെയോ പ്രസംഗിച്ചു, എന്തോ നല്ല കാര്യം എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ ചിന്തിച്ച ആളുകൾ തള്ളിക്കളയും. പക്ഷേ നമ്മൾ വളരെ സീരിയസ് ആയി കുലങ്കഷമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യരായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗൗരവത്തിലേക്ക്, അതിൻ്റെ ബോട്ടം ലെവലിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നത്. നോക്കണം, അദ്ദേഹം ഒരു സാധാരണ പ്രസംഗിയല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെയും ഞാൻ പറയുകയാണ്, ഒത്തിരി ലോക്കൽ പാസ്റ്റേഴ്സ് കൃത്യതയില്ലാത്ത വ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും അന്വേഷിച്ച് പോകുന്ന നമ്മുടെ പണിയല്ല. അങ്ങനെ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ പ്രസംഗിക്കുക എന്നുള്ളതും നമ്മുടെ ഉദ്ദേശങ്ങളല്ല. ഇത് ഏറ്റവും തലപ്പത്തിരിക്കുന്നൊരു വ്യക്തി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ സാമാന്യമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഈ ഷോർട്ട് വീഡിയോ ആരംഭിക്കുന്ന ഭാഗത്ത് വലിയ പ്രസംഗമായിരിക്കും. നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്: ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ മറ്റാളുകൾ പറയും, ഇവരൊക്കെ അനുഗ്രഹമാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ വിടുതലുകളൊക്കെയാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതായത് ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ പലപ്പോഴും വൈകാരിക തലങ്ങളെ ഇളക്കുന്ന രീതിയിൽ, ഇന്നൊരു വിടുതലുണ്ട് കേട്ടോ, ഇന്ന് വന്നതുപോലെ ആകില്ല നീ മടങ്ങിപ്പോകുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലല്ലോ,
നിന്നെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകളുടെ ഇമോഷനെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നീട് പല വചനഭാഗങ്ങളും അതിൻ്റെ ശരിയായ കോണ്ടസ്റ്റിൽ എടുക്കാതെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഇവർ പ്രസംഗിച്ചു കളയും. ഇവരെന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീനിയർ മോസ്റ്റും ഉത്തരവാദിത്വങ്ങളിലിരിക്കുന്ന ലീഡേഴ്സ് ആയവരുടെ കാര്യമാണ്, അല്ലാതെ വെറും പാസ്റ്റേഴ്സിനെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പലരുടെയും പ്രസംഗം എൻ്റെ കാതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫോണിലൂടെ കേട്ടെന്ന് മാത്രം, അല്ലാതെ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളക്കരയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സെമിനാരി, ആ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഇവിടെ ബാംഗ്ലൂർ വന്ന് പ്രസിദ്ധമായ ഒരു ചർച്ചിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഞാനും അവിടെ കടന്നു ചെന്നിട്ടുണ്ട്. ആ പാസ്റ്റർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് അങ്ങേരെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ഈ പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അവിടെ ഇരുത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രസിദ്ധനായ ഡോക്ടർ സാഹിബ് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എൻ്റെ കർത്താവേ, എന്തായാലും ഞാനൊരു ഷോർട്ടായിട്ടുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, നിൻ്റെ ജനം ആവലോടിരിക്കുകയാണ് നിൻ്റെ സ്വരം കേൾക്കാനായിട്ട്. പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണം. നിൻ്റെ സഭയെക്കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെടണം. നിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നീ നിൻ്റെ അഭിഷിക്തനെ ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പാളി നോക്കി പുള്ളിയുടെ മുഖത്തേക്ക്. ഡോക്ടർ സാഹിബ് ഒരു ചെറിയ ചിരി ചിരിച്ചു. ശരിയാക്കി തരാമെന്ന എൻ്റെ പ്രാർത്ഥന ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന. അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രാർത്ഥനയെക്കുറിച്ചാണ് അന്നത്തെ മെസ്സേജ്. പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥിക്കുന്ന. അപ്പോൾ സഹോദരിമാരെ ഇളകുമല്ലോ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ. അവരൊത്തിരി പ്രാർത്ഥനക്കാരാണ്. അർത്ഥവും വ്യാപ്തിയും ഒന്നും അറിയാതെയാണ് പ്രാർത്ഥന എന്ന് മാത്രമേ ഉള്ളൂ. കോപിക്കരുത് കേട്ടോ, കോപിക്കരുത്, അവരോടാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഭയങ്കര പ്രാർത്ഥനക്കാരായതുകൊണ്ട് പുള്ളി തുടങ്ങിയാണ് ആ സൈഡിലേക്കാണ്, അതായത് വൈകാരിക തലങ്ങളെ ഇളക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയി ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ ഒടുവിൽ 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞ പിന്നെ പൊടി പറക്കുകയായിരുന്നു. പൊടി അങ്ങ് പാറി അവിടെ. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് പിന്നെ മൈക്ക് കയ്യിലെടുക്കാൻ പറ്റിയത്. കാരണം ഇരട്ടി മടക്കി കിട്ടാൻ പോവുകയാണ്, ഇരട്ടി. അപ്പോൾ ഇരട്ടി വേണ്ടവരെല്ലാം അവിടെ അടിച്ച് പാസ്സാക്കി, കൈയടിച്ച് പാസ്സാക്കി. നോക്കണം, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ചും ഇരട്ടിപ്പ് കിട്ടുന്ന കാര്യം അതാണോ നമ്മൾ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി പ്രസംഗിക്കേണ്ടത്? എന്നാലോചിച്ച് നോക്കി. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യന് ഉടുതുണി അല്ലാതെ, ഉടുതുണിയും കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, മുഴുവൻ പോയി. തൻ്റെ ദേഹമൊക്കെ ക്ഷയിച്ചു, തൊക്ക് പോലും പോയി, എല്ലാം പോയി. ആകെ ഒരു പരുവത്തിലായിപ്പോയ മനുഷ്യൻ, തനിക്കുള്ളത് എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന് അതെല്ലാം മടക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ, മോള് ന്യൂയോർക്കിലും മോൻ അന്റാർട്ടിക്കയിലും പിന്നെ മരുമോള് ഇന്ന സ്ഥലത്തും പിന്നെ നാട്ടിൽ പുഞ്ചപ്പാടം അതും ഇതും ഒക്കെയുള്ള അമ്മാമ്മ കിടന്ന് കൈയടിച്ച് പൊട്ടിക്കുക. ഇരട്ടി വരാൻ പോകുന്നു, ഇനി ഇരട്ടി. ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു പുസ്തകം കട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് വന്നത്. അപ്പോൾ ഈ ഡോക്ടർ സാഹിബ് പറയുന്ന കേട്ടിട്ട് ചാടി കയറി അടിച്ച് പൊട്ടിക്കുക കയ്യെ. ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ വചനം വളച്ചൊടിക്കുന്ന കാര്യമാണ് പറഞ്ഞ്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം അന്വേഷിപ്പിൻ കണ്ടെത്തും, അത്ര തന്നെ. അതാണ് ഉത്തരം. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ അന്വേഷിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. തൽക്കാലം പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നമ്മൾ അറിയണം. അത് നമ്മെ സമ്പന്നരാക്കാനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ലിറ്ററലി നമ്മളെ സമ്പന്നന്മാരാക്കാനാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലിയെ വലിച്ച് താഴെ ഇട്ടിട്ട് നമ്മൾ ആ സിംഹാസനത്തിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ വചനത്തിൻ്റെ ശരിയായ ഡെപ്തിൽ പോയി അതിൻ്റെ കാര്യങ്ങളെ പറയാതെ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഈ സീനിയേഴ്സായ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും നോക്കണം. ജൂനിയർ പാസ്റ്റർമാരുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്, നമ്മൾ സീനിയേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കാതെ പറയുന്നത് ദൈവജനത്തെ പുറകോട്ടടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവർ മുൻപോട്ട് ഓടേണ്ടതിന് വരെ പുറകോട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ഈ കീ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പാവ ടോൾസ് അതിങ്ങനെ പുറകോട്ട് ഓടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കൾ പുറകോട്ട് പോകും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ അത് അനുഗ്രഹമാണ്, വിടുതലാണെന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ആത്മകഥം വിടുന്നുണ്ട് പുള്ളി, ആത്മകഥം. എന്നിട്ട് പറയാണ്, ഞാൻ കഷ്ടപ്പെടുമെന്നും കഷ്ടത്തിലാണെന്നും കഷ്ടം അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പ്രസംഗിച്ചാൽ
അത് എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ എയർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. മൈ ഗാഡ്, ഞാൻ എയർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഷിജു പാസ്റ്റേ AC ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഈ മെസ്സേജ് കേൾക്കാൻ ഇന്നൊരു ദിവസത്തേക്ക് AC ഓഫ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. നിങ്ങൾ കഷ്ട സഹിക്കാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. AC ഇരുന്നല്ല ഈ പ്രസംഗം കേൾക്കേണ്ടത്. ഓവർ സീറോ വഴി തെറ്റിപ്പോയി. എബിയോട് കൂടെ പറയുന്നത്. നമ്മുടെ സഹോദരൻ ബെൽവിനും AC ഓഫ് ചെയ്യണം. ബോണിക്ക് പിന്നീട് മുട്ടം തണുപ്പാണ്. ബോണി ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജെയിംസ് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം AC ഇല്ല ജെയിംസിന്. കാരണം ഐസ് കട്ടയ്ക്കകത്താണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കാര്യം ഓക്കെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ കഷ്ടപ്പെടുമെന്ന് പ്രസംഗിച്ചാൽ യെസ്. കാരണം ഞാൻ എയർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഓഫീസ്, എൻ്റെ ബെഡ്റൂം, എൻ്റെ കാറ് എല്ലാം എയർ കണ്ടീഷനിലാണ്. എല്ലാം എയർ കണ്ടീഷനാണ്. പിന്നെ അതിലിരുന്നു കൊണ്ട് കഷ്ടത ദൈവം തരുന്ന വരമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഈസിയാണ്. എന്നാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വേണം നിങ്ങളോടത് പറയാൻ. ഈ സെൻറ്റൻസുകളാണ് മലയാളി പെന്തിക്കോസിനെ കോരിത്തെരിപ്പിച്ചത്. ഇവിടെയാണ് ഒരു പ്രസംഗൻ്റെ സിൻസിയറിറ്റി അവർ അളന്നത്. ഇതാണ് സിൻസിയറായ മനുഷ്യൻ, ഇതാണ് ഹൃദയ നൈർമല്യമുള്ള മനുഷ്യൻ. 56-ാം ദിവസത്തെ കൊച്ചിൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ ഇവർ പറഞ്ഞത് അങ്ങനെയാണ്. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ ഓഫീസ് AC ആണ്, എൻ്റെ ബെഡ്റൂം AC ആണ്, എൻ്റെ കാർ AC ആണ്, എൻ്റെ സമസ്ത മേഖലകളും AC ആണ്. അങ്ങനെ ഒരു AC ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങനെ കഷ്ടം സഹിക്കും? കഷ്ടം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്താണോ വിവക്ഷിക്കുന്നത്? കഷ്ടം എന്ന് പറഞ്ഞാൽ 10 രൂപ പോലും പോക്കറ്റിലില്ലാത്ത അവസ്ഥയ്ക്കാണ് പലരും കഷ്ടം ചിന്തിക്കുന്നത്. ബാങ്കിൽ 1 രൂപ പോലും ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ATM കാർഡ് കയ്യിലില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം കട്ടത്തിലാണെന്നാണ് ആളുകൾ ധരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആഴങ്ങൾ പഠിക്കാതെ പല മണ്ടത്തരങ്ങളുമാണ് പലരും ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പം ഞാനൊരു സജഷൻ പറയാണ്, നിങ്ങളതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധ തിരുവെഴുത്തിൽ, അതായത് സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. അതായത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് തന്നെയാണ് അപ്പോസ്തലന്മാരോടെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെ അപ്പോസ്തലന്മാർ പിന്നീട് പ്രസംഗിച്ചു. പൗലോസും പ്രസംഗിച്ചു, പത്രോസും പ്രസംഗിച്ചു. പൗലോസ് എന്താ പറഞ്ഞത്? നാം അനേക കഷ്ടങ്ങളോടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന്. പത്രോസ് എന്താ പറഞ്ഞത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒരു മാതൃക വെച്ചേച്ചു പോയി, നാം അവൻ്റെ കാൽച്ചൂടുകളെ പിന്തുടരണം, നാം അവനോട് കൂടെ കഷ്ടം സഹിക്കണമെന്ന്. അതുപോലെ പൗലോസ് സ്വന്തം അനുഭവത്തിൽ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, യോഹന്നാൻ പറയുന്നുണ്ട്, യാക്കോബ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് നാം കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകണമെന്ന്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്. ഒറ്റ കാര്യം ചെയ്താൽ അദ്ദേഹത്തിന് വചനത്തിലേക്ക് മടങ്ങി വരാം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ പോരെ? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് AC ഓഫായി പോവില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഡയറക്റ്റ് AC അങ്ങ് ഓഫ് ചെയ്തോ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, മെയിൻ സ്വിച്ച് വിടാം. നേരെ AC അങ്ങ് ഓഫ് ചെയ്തോ, സ്വിച്ച് അവിടെ കാണാമല്ലോ അല്ലേ? നേരെ AC അങ്ങ് ഓഫ് ചെയ്തോ, സ്വിച്ച് അവിടെ ഇരിപ്പുണ്ട്, അതിപ്പോൾ ഞാൻ പ്രസ് ചെയ്താൽ മതി, അത് ഓഫായിക്കോളും. അപ്പോൾ അത് ഓഫീസിലെ ഓഫാക്കി, ഇനി വീട്ടിൽ വരുമ്പോൾ ബെഡ്റൂമിൽ ഓഫ് ചെയ്യണം. ഞങ്ങളൊന്നും AC ഇല്ലാതെ ജീവിക്കുന്ന ദരിദ്ര നാരായണന്മാരാണ്. ഞങ്ങളൊക്കെ എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്ന, കഷ്ടമൊക്കെ സഹിച്ച് വചനം അനുസരിച്ച് പോവുക. അപ്പോൾ പറയാം, ഞങ്ങൾ AC-ക്കകത്ത് കിടക്കുന്നതുകൊണ്ട് വചനം അനുസരിക്കാൻ പറ്റുന്നില്ല, കഷ്ടം സഹിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്താൽ പണി തീർന്നില്ലേ? കഷ്ടം സഹിക്കാമല്ലോ. ആഗ്രഹമുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പിന്നെ കാറിൻ്റെ കാര്യം, കാറ് വിൽക്കാമല്ലോ. കാറൊക്കെ വിൽക്കാം, കാറ് മേടിക്കാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. കാറൊക്കെ കൊടുത്താൽ വിലപിടിപ്പുള്ള കാറാണെങ്കിൽ അതൊക്കെ മേടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. നമുക്ക് ഓൾട്ടോ കാർ മേടിക്കാം, AC ഇല്ലാത്ത ഓൾട്ടോ കാർ. ഓൾട്ടോ അല്ലല്ലോ, AC ഇല്ലാത്ത പഴയ അംബാസഡർ മേടിക്കാം. അപ്പോൾ അംബാസഡർ മേടിച്ച് പോകുമ്പോൾ ആൾക്കാരെല്ലാം പറയും കൊള്ളാം, അതും മൈലേജ് വർദ്ധിപ്പിക്കാനിടയാവും. ഇത്ര തങ്കപ്പെട്ടൊരു പാസ്റ്റർ ഉലകത്തിലില്ലേ? എല്ലാ പാസ്റ്റർമാരും ഇന്നോവ ഹൈബ്രിഡിൽ നടക്കുക. ഹൈക്രോസ് അതുപോലെ യാരീസ് കാർപോർച്ചിലിട്ടിരിക്കുന്നു. ആ സമയത്ത് ഇതാ ഞങ്ങളുടെ ഈ പാസ്റ്റർ പഴയ അംബാസഡർ ക്ലാസിക്കിലാണ് നടക്കുന്നത്. താഴ്മയുടെ ആൾരൂപമാണ് അദ്ദേഹം, വിനയത്തിൻ്റെ ആൾരൂപമാണ്. ഇതാണ് പ്രസംഗവും ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതെന്നൊക്കെ നമുക്ക് തട്ടിവിടാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അദ്ദേഹം പറയുന്നത് കഷ്ടത ദൈവം തരുന്ന വരമാണെന്നൊക്കെ പറയാൻ ഈസിയാണ്, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അത് അനുഭവിക്കാതെ അതെങ്ങനെ പറയുമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് ഞാൻ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയില്ല? എന്തുകൊണ്ട് കഷ്ടതയില്ല? കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്ന്. നിശ്ചയമായി ഉണ്ടെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇല്ലാതെ വരും? ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞ കാര്യം ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇല്ലാതെ വരും? രണ്ട് തരത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്.
ഒന്ന് സകല വിശുദ്ധന്മാരും, രണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും. നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ തന്നെയും അതിൻ്റെ ആദ്യപടി എന്നോണം ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർക്കൊരു മുൻഗണനയുണ്ട്. അവരാണല്ലോ മാതൃക കാണിക്കേണ്ടത്. അവരെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പസ്തലനായ പൗലോസ് പറയുന്നു തൻ്റെ ജീവിതത്തിൽ താൻ അനേക കഷ്ടങ്ങൾ സഹിച്ച മനുഷ്യനാണെന്ന്. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത് എന്നുവേണ്ട അസംഖ്യം കാര്യങ്ങൾ, പട്ടിണി, പൈതാഹം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു, മതിയായ വസ്ത്രമില്ലാതെയും കൂത്തുകൊണ്ടു, ഒരു പെർമനൻറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഇല്ലാതെയൊക്കെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. പെർമനൻറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഉണ്ടെങ്കിലാണല്ലോ AC ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇങ്ങനെ ഒരു പെർമനൻറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഉണ്ടെങ്കിലല്ലേ AC ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാതെ ഇങ്ങനെ ഈ കൂടാരവാസിയെ പോലെ പോകുന്ന പാർട്ടികൾ ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും? വലിയ പാടാണ് അതൊക്കെ. അപ്പോൾ അപ്പസ്തലന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരിങ്ങനെയുള്ള വഴികളിലൂടെയാണ് കടന്നുപോയത്. പത്രോസിൻ്റെ ജീവിതമൊക്കെ എടുത്ത് പഠിച്ചാൽ അങ്ങനെ തന്നെയാണ്. അവരെല്ലാം അങ്ങനെ പോയിട്ട് അവർ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, ഇതാണ് യഥാർത്ഥ വഴി, ഈ വഴിയിലൂടെ നിങ്ങളും പോകണമെന്ന്. നമുക്ക് ചില വേദഭാഗങ്ങളിലേക്ക് വരാം. അതിൻ്റെ ബാക്കിയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സമയം ഒത്തിരി പോയി. എങ്കിൽ ശ്രമിക്കാം. അതായത് സഹോദരങ്ങളെ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ്. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്നാൽ ആ കാര്യം പറഞ്ഞു വരണമെങ്കിൽ അതിന് മുകളിലുള്ള 3-ാം വാക്യത്തിലാണ് അത് തുടങ്ങുന്നത്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്, ആ കാര്യങ്ങളെ അറിയണം. ഇങ്ങനെയാണ് ദൈവം വെച്ച ഫോർമാറ്റ് എന്നുള്ളത് അറിയാത്തവനോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫോർമാറ്റായി വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാ? അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിച്ചവരാണ് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെല്ലാം കഷ്ടങ്ങളിൽ പ്രശംസിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പോക്കറ്റിൽ പൈസ ഇല്ലാത്തതല്ല കഷ്ടം എന്ന് പറയുന്നത്. കഷ്ടം എന്ന് പറയുന്ന ആ ഫോൾഡറിനടിയിൽ ഒത്തിരി കാര്യങ്ങൾ വരും. അതൊരു മെയിൻ ഫോൾഡറാണ്. അതിനടിയിൽ അസംഖ്യം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരാനുണ്ട്. അതുപോലെ അടുത്തൊരു ഫോൾഡറാണ് പീഡനങ്ങൾ, മറ്റൊരു ഫോൾഡറാണ് നിന്ദകളും അപമാനങ്ങളും. ഇതൊക്കെ ഓരോരോ ഫോൾഡറുകളാണ്. അതിനടിയിൽ വിവിധങ്ങളായ കാര്യങ്ങൾ വരും. അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിലങ്ങ് പറയുന്നതാണ്, നാം സഫറിങ്സിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്, നാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടവരാണെന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ വിശ്വാസ വഴി വന്ന അന്ന് മുതൽ കാകളം ധരിക്കുന്ന അന്ന് വരെ നാം കട്ടത്തിൽ മുങ്ങിക്കിടന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നോക്കണം, ഇവിടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണ് ആദിമസഭ. അതുപോലെ തന്നെ നമ്മൾ കാലങ്ങളായി പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത്തിൻ്റെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആനന്ദ ജീവിതമാണ്. എന്നാൽ അതിനകത്ത് കഷ്ടമുണ്ടെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശരിക്കും ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്. അതിൽ കഷ്ടങ്ങളുണ്ട്, ദൈവം അനുവദിച്ചിരിക്കുന്നതാണത്. ഇവിടെ ഇതാ ഒരു സീനിയർ പാസ്റ്റർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടമില്ല, താനെ മൊത്തം AC-ലിരിക്കുന്നതുകൊണ്ട് തനിക്ക് കഷ്ടം അനുഭവിക്കാൻ കഴിയുന്നില്ലെന്ന്. പക്ഷേ 2 തിമോത്തിയോസിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുന്നതാണ്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുന്നു. അത് ഏത് കാലത്തേക്കാ? 2 തിമോത്തിയോസ് എഴുതുന്ന കാലത്ത്. അങ്ങനെയാണോ നിങ്ങൾ വചനം പഠിക്കുന്നത്? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തതിൻ്റെ വചനമാണ് വായിച്ചു കേൾപ്പിച്ചത്. അത് എല്ലാ കാലത്തേക്കും കാഹളം ധ്വനിക്കുന്നവരെ ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അത് എല്ലാ ഇടങ്ങളിലുള്ള ദൈവസഭയ്ക്ക് ബാധകമാണ്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായ ഘട്ടങ്ങളുമൊക്കെ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 Timothy chapter 2 verse 3. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഇപ്പോൾ പറയുന്നത് പുതിയ നിയമസഭയിലെ ഒരു സീനിയർ പാസ്റ്റർ ഒരു ജൂനിയർ പാസ്റ്ററോടാണ് പറയുന്നത്. സീനിയർ പാസ്റ്റർ തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ച് അതിൻ്റെ അവസാനം പാനീയാഗമായി ഒഴിക്കപ്പെടുവാൻ സമയമായപ്പോഴാണ് പറയുന്നത്, എൻ്റെ മകനെ തിമത്തിയോസെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി.
നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും പറ്റരുത്. നീ ഇടതുവശം ചേർന്ന് പൊക്കോണം, സൂക്ഷിച്ച് സൂക്ഷ്മതയുള്ളവനായി പോകണം, അല്ലെ നീ കഷ്ടത്തിലകപ്പെടും മോനെ എന്നല്ല പറഞ്ഞത്. എൻ്റെ മകനെ തിമത്തിയോസെ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഏത് പാതയിലൂടെയാണോ നടന്നത് ആ പാത നിനക്ക് വെളിപ്പെട്ട് കിട്ടണം. നീ ആ പാതയിലൂടെ നടന്നാൽ മതി. നീ കഷ്ടം സഹിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോവൊന്നും വേണ്ട. കർത്താവ് എന്നെ കഷ്ടങ്ങൾ സഹിക്കാൻ പാകത്തിന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും നമുക്കില്ല കേട്ടോ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ കഷ്ടം അനുവദിക്കണമെന്നൊന്നും പറഞ്ഞ് നമ്മളാരും പ്രാർത്ഥിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ ഇത് ദൈവം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നാം ഭക്തിക്കൊത്ത ജീവിതം നയിക്കുമ്പോൾ, നാം കർത്താവ് നടന്ന് അതേ പാതയിലൂടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാം കഷ്ടം അനുഭവിക്കും. അത് സിസ്റ്റം എങ്ങനെയാണെന്നേ, സിസ്റ്റം എങ്ങനെയാണ്, സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ഇവിടെ പൗലോസ് തിമത്തിയോസിനോട് പറയാണ്, ഒരു ശുശ്രൂഷകനോട് പറയാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയറിനോട് അദ്ദേഹത്തിൻ്റെ മുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നത്? ഞങ്ങൾ കഷ്ടം സഹിച്ചവരാണ്, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാന്നല്ലേ അവർ പറയുന്നത്. നമ്മുടെ തിമത്തിയോസ് പറയാണ്, എൻ്റെ ജീവിതത്തിൽ അതിനുള്ളൊരു സാഹചര്യം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മൊത്തം AC ആണ്, എല്ലാ ഭാഗത്തും AC വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കഷ്ടം സഹിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. പൗലോസ് ഫിലിപ്പിനോട് ഈ കത്തിലൂടെ പറയാണ്, ഫിലിപ്പിയിലെ സഭയൊക്കെ സ്ഥാപിച്ച 6-7 വർഷത്തിന് ശേഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് അവരോട് പറയാണ്, പഴയ സംഭവം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാണ്. ഞങ്ങൾ ഫിലിപ്പിയിൽ വന്ന ആ കാലം, ആ സമയം നിങ്ങൾ അറിയും പോലെ തന്നെ അവിടെ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ. കഷ്ടവും അപമാനവും ഒക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയിൽ വെച്ച തുണി മുഴുവൻ ഊരിക്കൊണ്ട് പോയത്, പൂർണ്ണ നഗ്നനായി നിർത്തിക്കൊണ്ടാണ് അടി കൊടുത്തത് അല്ലേ? തെരുവിലൂടെ വലിച്ചഴിച്ചുകൊണ്ടല്ലേ പോയത് കാരാഗ്രഹത്തിലേക്ക്. നിന്നയും അപമാനവും അല്ലേ സഹിക്കേണ്ടി വന്നത്, കഷ്ടങ്ങളല്ലേ സഹിക്കേണ്ടി വന്നത്, ഉപദ്രവങ്ങളല്ലേ ഏൽക്കേണ്ടി വന്നത്. ആ കാര്യങ്ങളെല്ലാം അവർ ഓർമ്മപ്പെടുത്തുക. അതെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അതൊക്കെ അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ, പോരാട്ട വീര്യം. ദൈവമേ, ഈ തലമുറയിൽ പോരാട്ട വീര്യമുള്ള ശുശ്രൂഷകരെ അപൂർവമാണ്. വിരലിൽ എണ്ണാൻ പോലുള്ള ആളുകളെ കണ്ടുകിട്ടാനില്ല. മൈതാന പ്രസംഗകർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. ലാപ്ടോപ്പും ഐപാഡും ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ? ഒരു സൈഡിൽ ഐപാഡ്, ഒരു സൈഡിൽ ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടതും വലതും ഒക്കെ വെച്ചിട്ട് ആളുകൾ പലതും പ്രസംഗിക്കുന്നുണ്ട്, പോയിന്റ്സ് എല്ലാം പറയുന്നുണ്ട്, പോയിന്റ്സ്. പക്ഷേ ശിഷ്യന്മാരുണ്ടാകുന്നില്ല. ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുന്നുണ്ട്, പക്ഷേ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. പെന്തിക്കോസ് കുറേ കാലമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിപ്പുണ്ട്, എല്ലാം വെച്ചിട്ട് പോയിന്റ് ഗ്രീക്ക്. ഇപ്പോൾ പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെല്ലാം ഗ്രീക്ക് ഹീബ്രുവിൻ്റെ പുറകെ പോകാമെന്നാണ് ഞാൻ കേട്ടത്. എൻ്റെ ദൈവമേ, ക്രിസ്തു നടന്ന പാത ഇവർക്ക് മനസ്സിലാകുന്നില്ല. ആ പാതയിലൂടെ നടക്കാനൊരു സമർപ്പണമില്ല. യൂട്യൂബിലൊരു പാസ്റ്റർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, യൂട്യൂബിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഹീബ്രു മറ്റേ ലത്തീനും ഒക്കെ പഠിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പുള്ളി വോളണ്ടറി ആയിട്ട് പഠിപ്പിച്ചു തരുമോ? അതില്ല, പുള്ളിക്ക് ചില്ലറ കൊടുക്കണം, അക്കൗണ്ട് നമ്പർ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൈസ ഇട്ട് കൊടുക്കും. പുള്ളി ഞങ്ങൾക്ക് തറ പറ പന പന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമെന്ന്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പലതും പുതുമകൾ വരുമ്പോൾ പുതുമകളുടെ പുറകെ ഓടുകയാണ്, പുതുമകളുടെ പുറകെ ഓടുകയാണ്. നാളിതുവരെയുള്ള ശുശ്രൂഷകരെ എല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ടൊരു പുള്ളിക്കാരൻ മല്ലപ്പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ പാസ്റ്റർമാർക്ക് അല്ലേലും 2 കൊടുക്കേണ്ടതായിരുന്നു, ആ പുള്ളി വന്ന് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഉടനെ അത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ അങ്ങോട്ട്, കുറച്ചല്ല അധികം ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങോട്ട് നോക്കണം, നമുക്ക് പാതയാണ് വെളിപ്പെട്ട് കിട്ടേണ്ടത്. പാത, ആ പാത വെളിപ്പെട്ട് കിട്ടിയാൽ ആ പാതയിലൂടെ ഓരോ ചുവടും വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നടത്തും. ഇതാണ് കീ പോയിന്റ്. അല്ല നിങ്ങൾ ആ പാസ്റ്റർ ഈ പാസ്റ്റർ യൂട്യൂബിൽ വന്നു, ഈ ചാറ്റ് GPT വന്നു, പിന്നെ വേറെ അവിടെ വന്നു ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടേണ്ട കാര്യമില്ലെന്നേ. നമുക്കൊന്നും അറിയണമെന്നില്ല, ആകെ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ക്രൂശിൻ്റെ വഴി വെളിപ്പെട്ട് കിട്ടണം. ആ വഴി എപ്പോൾ ഈ തുറന്നു വന്നത്? പൗലോസ് എന്താ തിമത്തിയോസിനോട് പറഞ്ഞ്, എൻ്റെ മകനെ തിമത്തിയോസെ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാമെന്ന്. അതായത് നമ്മൾ ഒരുമിച്ച് കഷ്ടം സഹിച്ച കാര്യമാണ് ഈ വായിക്കുന്നത്. ഈ ഫിലിപ്പിയിലേക്ക് വന്നപ്പോൾ പൗലോസിൻ്റെ കൂടെ തിമത്തിയോസും ഉണ്ട്, അവരെല്ലാം ഉണ്ട്, തിമത്തിയോസും സിലനോസും ഒക്കെ ഉണ്ട്. പൗലോസ് അവിടെ ലീഡർ എന്നുള്ള നിലയിൽ ആദ്യത്തെ അടികൾ ഏറ്റുവാങ്ങിയ ആളാണ് പൗലോസ്. ആദ്യത്തെ അടികൾ ഏറ്റുവാങ്ങിയവനാ. മിച്ച അടികളാണ് തിമത്തിയോസിനും സിലനോസിനൊക്കെ കിട്ടിയുള്ളൂ.
നെഞ്ചു വിരിച്ചു നിന്ന് കൊടുക്കുകയാണ് പോരാട്ട വീര്യത്തോടെ. അടി ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ്. എൻ്റെ പിള്ളേരെ അടിക്കണ്ട, അടിയല്ല എനിക്ക് തന്നോ, മിച്ചം തെറ്റിത്തെറിച്ചു പോകുന്ന അടിയൊക്കെ അവരുടെ മേൽ വീണാൽ മതി. അങ്ങനെ മുൻനിരയിൽ നിന്ന് നയിച്ച കമാൻഡറായിരുന്നു പൗലോസ്. ഒരു കമാൻഡറായിരുന്നു, അല്ലാതെ പ്രസംഗ തൊഴിലാളി അല്ലായിരുന്നു. കൺവെൻഷൻ പ്രസംഗൻ എന്നുള്ള നിലയിലൊരു തൊഴിലാളി അല്ലായിരുന്നു പൗലോസ്. മുൻനിരയിൽ നിന്ന് കഷ്ടം സഹിക്കുകയാണ്. പാതയില്ലാത്തടത്ത് പാത വെട്ടിക്കേറി പോവുകയായിരുന്നു. കൊടുങ്കാറ്റുകളെ മറികടന്നു പോവുകയായിരുന്നു. ഈശാന മൂലനൊക്കെ എന്തുമാത്രം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിച്ചത്. കഷ്ടങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് വന്നത്. താന് ജനിപ്പിച്ചു കൊണ്ടുവന്ന തൻ്റെ മക്കളാണ് കൊരിന്തിലുള്ള വിശുദ്ധന്മാർ. അവർ പൗലോസിൻ്റെ മുഖത്ത് നോക്കി ജഡികൻ എന്ന് വിളിച്ചു. നീ ഒരു അപ്പോസ്തോലനല്ലെന്ന് വരെ പറഞ്ഞു. അവരോട് പറയേണ്ടി വന്നു അപ്പോസ്തോലൻ്റെ ലക്ഷണം. കോലിനടിച്ചെന്ന് 1 കുറയെ 39 അടി 5 പ്രാവശ്യം കൊണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ അതൊന്നും പൗലോസിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകില്ല. അതൊക്കെ തൊലിപ്പുറത്ത് കൊണ്ടുപോയി കാണുകയുള്ളൂ. പക്ഷെ പൗലോസിൻ്റെ നെഞ്ചു പിളർത്തി കളഞ്ഞത് കൊരിന്തിന് പറഞ്ഞ വാക്കുകളായിരിക്കും. പൗലോസ് ഒരു ജഡികനാണ്, അവൻ അപ്പോസ്തോലൻ അല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കണം ആ മനുഷ്യൻ്റെ ഹൃദയം എന്തു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എന്തൊരു വേദനയിലൂടെ. തൻ്റെ പൂർവ്വചരിത്രമാണ് ഫിലിപ്പിയരെ കേൾപ്പിക്കുന്നത്. ഞാൻ ഫിലിപ്പിയിൽ വന്ന ആ സമയം മുതൽ നിന്ദയും അപമാനവും കഷ്ടവും സഹിച്ച് പോരാട്ട വീര്യത്തോടുകൂടി സുവിശേഷം അറിയിച്ചവനാണ്. പോരാട്ട വീര്യത്തോടുകൂടി, വലിയ പോരാട്ടത്തോടുകൂടി. എന്നിട്ട് അതിൻ്റെ താഴെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തിൻ്റെ ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. തൊട്ട് താഴെ എന്താ വായിക്കുന്നത്? നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. അമ്മാമ്മയെ കൊച്ചമ്മയെന്നൊക്കെ വിളിച്ച് കോട്ടയത്തുള്ള അച്ചായൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോയി. കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചായൻ 35 ഏക്കറോടെ മേടിക്കാൻ പോയി. കോട്ടയത്തുള്ള അച്ചായൻ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ കാരണം ആരാ? നിങ്ങളല്ലേ, ഈ ശുശ്രൂഷകരല്ലേ. കോട്ടയത്തെ അച്ചായന് ദൈവരാജ്യത്തെക്കുറിച്ചൊരു ചിന്തയില്ല. ഇട്ടുമൂടാനുള്ളതുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ 35 ഏക്കറും കൂടെ ചേർക്കുന്ന കാര്യമാണല്ലോ കേട്ടത്. കോട്ടയത്തെ അച്ചായന് അങ്ങനത്തെ ഒരു നിലയിലേക്ക് പോകാൻ കാരണം എന്താ? ശരിയായൊരു പഠനത്തിലേക്ക് കോട്ടയത്തെ അച്ചായൻ എത്തിയില്ല. ശരിയായ പഠനത്തിലേക്ക് എത്തിയായിരുന്നെങ്കിൽ അച്ചായൻ്റെ ജീവിതത്തിൽ തൻ്റെ സമസൃഷ്ടങ്ങളോട് ചുറ്റുപാടുമുള്ള ആളുകളോട് കരുണ കാണിച്ചേനെ. താനെല്ലാം കീപ്പ് ചെയ്യില്ലായിരുന്നു, സൂക്ഷിച്ചു വെക്കില്ലായിരുന്നു. ഒത്തിരി പണമൊക്കെയുള്ള ആളുകൾ ഈ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, സക്കാത്ത്. അതുപോലെ സക്കാത്ത് കൊടുക്കും. അങ്ങനത്തെ സക്കാത്തൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ സമസൃഷ്ടങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, സക്കാത്തും കിക്കാത്തൊന്നും അല്ല, അറിഞ്ഞ് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പുഞ്ചപ്പാടങ്ങളും തോട്ടങ്ങളും ഒന്നും വയലൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയണമെന്നില്ല. അതായത് കോട്ടയത്തുള്ള അച്ചായനും വിദേശത്തു നിന്ന് വന്ന അച്ചായൻ്റെ കാര്യമാണ് പറയുന്നത്. ആ അച്ചായനായിട്ട് കോട്ടയത്തിന് ഉള്ള അച്ചായനായിക്കോട്ടെ, എവിടെയുള്ള അച്ചായന്മാരായിക്കോട്ടെ, എല്ലാവർക്കും ബാധകമായ ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിലില്ലേ. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. നമ്മുടെ നിക്ഷേപം ഉയരത്തിലായിരിക്കണം, ദൈവവിഷയത്തിൽ സമ്പന്നരായിരിക്കണം. നിക്ഷേപം ഭൂമിയിലായിരിക്കരുത്. നിക്ഷേപത്തോട് നിക്ഷേപം കൂട്ടാൻ പോവുകയാണ്, വയലോട് വയൽ കൂട്ടുകയാണ്. അതിൻ്റെ കാരണം എന്താ? നടത്തിപ്പുകാർ ശരിയല്ലാത്തതുകൊണ്ടാണ്. നടത്തിപ്പുകാർ മാതൃകയുള്ളവരല്ലെന്നേ. മുൻനിരയിൽ നിന്ന് പോരാട്ട വീര്യത്തോടുകൂടി സത്യസുവിശേഷം പ്രസംഗിച്ച് അതിനനുസരിച്ച് ജീവിച്ചു കാണിക്കണം. AC-യിൽ ഇരുന്നത് കൊണ്ടൊന്നും വചനം അനുസരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇതുപോലത്തെ വിഡ്ഢിത്തം. ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള സഹോദരങ്ങൾ, അവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയൊക്കെയുള്ള കാലത്ത് മനുഷ്യൻ പുകഞ്ഞു പോകുന്ന ചൂടാ. ആ ചൂടത്ത് അത്താഴപ്പട്ടിണിക്കാരൻ പോലും AC-യിൽ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വചനം അനുസരിക്കേണ്ടെന്നുണ്ടോ? വചനം അനുസരിക്കാൻ അവസരം ഇല്ലെന്നാണോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? AC ആണോ വചനം അനുസരിക്കാനൊരു തടസ്സം? ശുശ്രൂഷകർ വചനം അനുസരിച്ച് വചനത്തിന് പ്രകാരം ജീവിച്ച് മുൻപോട്ട് പോയാൽ നിശ്ചയമായും വിശ്വാസികൾക്ക് ആ വഴിയിൽ വരാതിരിക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഒരു ശുശ്രൂഷകൻ്റെ മുമ്പിൽ അഭ്യാസവും അഭിനയവും വേലത്തരമായിട്ടൊന്നും ഒരാളും വരില്ല. എങ്ങനെ വരാൻ കഴിയും? എങ്ങനെ നിൽക്കാൻ കഴിയും? അങ്ങനെ നിന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കോട്ടയത്തെ അച്ചായൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ ഇരിക്കുന്ന ആ താൽക്കാലികമായ പൊസിഷനിൽ, ആ ചർച്ചിൽ, അവിടുത്തെ സഭായോഗത്തിൽ കടന്നു വന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞല്ലോ, കാജുള്ള അച്ചായനാ, വിദേശത്തു നിന്നാണ് വരുന്നത്, പ്രമാണിയ, 10 മിനിറ്റ് കൊടുക്കണമെന്ന്. കൂലിപ്പണിക്കാരൻ, അത്താഴപ്പണിക്കാരനൊരുത്തൻ അവിടെ വന്നു കഴിഞ്ഞാൽ സെക്രട്ടറി പറയുമോ, അത്താഴപ്പണിക്കാരൻ ഇന്ന ആൾ വന്നിട്ടുണ്ട്, കുഞ്ഞവറാൻ വന്നിട്ടുണ്ട്, പുള്ളിക്ക് ഒരു 15 മിനിറ്റ് പ്രബോധിപ്പിക്കാൻ സമയം കൊടുക്കണമെന്ന് ഏതെങ്കിലും ഓവർസിയറിനോട് പറയുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ലോകത്താരും പറയുമെന്ന്.
വിദേശത്തു നിന്നൊക്കെ വരുന്ന പണമുള്ള അച്ചായന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ സമയവും അവസരമൊക്കെ. നമ്മുടെ ഈ സംഘടനകളുടെയൊക്കെ ജനറൽ കൺവെൻഷനുകളിൽ വിദേശങ്ങളിൽ നിന്ന് വരുന്ന മഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വരുന്ന അച്ചായന്മാരുണ്ട്. ഈ അച്ചായന്മാർക്കൊക്കെ 15 മിനിറ്റ് അരമണിക്കൂർ ഒക്കെ സമയം കൊടുക്കും. എന്തിനാ? അതിനേക്കാളും നന്നായിട്ട് ആത്മനിറവും വചനനിശ്ചയവും സാക്ഷിയുമുള്ള ദൈവദാസന്മാർ, ഇത്തിരി അത്താഴപ്പണിയൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളൊരു എത്രയോ പേരെ മലയാളക്കരയിലുള്ളത്. അവർക്കൊരു 10 മിനിറ്റ് കൊടുക്കുമോ? ഇല്ലില്ല, അത് ശരിയാവില്ല. ഈ അച്ചായന് കൊടുക്കുന്ന 10 മിനിറ്റ് അത് നമ്മൾ $100,000 അത് തിരിച്ചു പിടിക്കാൻ പോകുന്നത്. അച്ചായനിപ്പോൾ ജനറൽ കൺവെൻഷനിൽ ഒരു 10 മിനിറ്റ് കൊടുത്തു എന്ന് ഓർത്താൽ അതൊരു നഷ്ടമല്ല, നമ്മൾ തിരിച്ചു പിടിക്കും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡോളറുകൾ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഒരു സാധനം ഇട്ടിട്ട് വേറൊരു സാധനത്തെ പിടിക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യുന്ന, അല്ലാതെ ജനത്തിന് ആത്മീയ വർധനവിന് വേണ്ടിയോ അങ്ങേര് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം ഒരു പ്രബോധനത്തിനോ വേണ്ടി ഒന്നും ഒരു അവസരമല്ലേ കൊടുക്കുന്നത്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇവരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടല്ലേ ശക്തിരഹിതമായ ഒരു സമൂഹമായിട്ട് പോയത്. എഫ്രൈമിനെ കുറിച്ച് എന്താ ഹോശയെ പറഞ്ഞത്? ഹാഫ് ബേക്ക്ഡ് കേക്ക് എന്നാണ് പറഞ്ഞത്. പാതി വെന്ത കേക്ക്. പാതി വെന്ത കേക്ക് എന്നാണ് പറഞ്ഞത്. അതുപോലെ പാതി വെന്ത കേക്കായിട്ട് പെന്തിക്കോസ്ത് പോകാൻ കാരണം എന്താ? ശുശ്രൂഷകന്മാർ വചനത്തിൽ നിന്ന് അകന്നു പോയി. 1 തെസ്സലോനിക്ക ലേഖനം തുറന്നു വെച്ചിരിക്കുന്നത് അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നെന്ന്. ഈ വായിച്ച 2-ാം അധ്യായത്തിലെ വാക്യപ്രകാരം പൗലോസ് തെസ്സലോനിക്കരോട് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പ്രാണനെ വെച്ചു തരുവാൻ ഒരുക്കമാണെന്ന്. പ്രാണനെ വെച്ചു തരാൻ. അങ്ങനെ ഒരുക്കമുള്ളവൻ കട്ടങ്ങളിലൂടെ പോകാതിരിക്കുമോ? നിശ്ചയമായും കട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. അത് കണ്ട ഒരാളാണ് എപ്പഫ്രാദിത്തോസ്. അത് കണ്ടയാളാണ്. പൗലോസിൻ്റെ കൂടെ ഈ കാര്യങ്ങളെ കണ്ടവനാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് തന്നവനാണെന്ന്. അവൻ മരണത്തോളം ആയിപ്പോയവനാണ് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി. എവിടെ നിന്നാണ് അത് അഭ്യസിച്ചത്? എപ്പഫ്രാദിത്തോസ് അത് എവിടെ നിന്നാണ് അഭ്യസിച്ചത്? ഇങ്ങനൊരു മനുഷ്യൻ മുൻപിൽ നിന്ന് നയിച്ചതുകൊണ്ടാണ്, അത് കണ്ടതുകൊണ്ടാണ്. അങ്ങനെ കണ്ടിട്ടുള്ള ആളുകൾ അതിന് വിരുദ്ധമായ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ പറയും, സഹോദരങ്ങളെ പറയും. നിങ്ങൾക്ക് കോപം തോന്നിയിട്ടോ ഇട്ടക്കേട് തോന്നിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെ പാറ്റേണുകൾ, അങ്ങനെ മോഡൽസ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. മലയാളക്കരയിലെ പെന്തിക്കോസിൻ്റെ പൂർവന്മാർ, മാതൃകയോടെ ജീവിച്ച അനേക ഭക്തന്മാരുണ്ട്. ആ മാതൃകയെ ജീവിച്ചവരും മിടുക്കന്മാരും ഒക്കെ വേറെയുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഭക്തിക്കൊത്ത ജീവിതം ജീവിച്ച ഒത്തിരി പേരുണ്ടെന്നേ. അവർ പറഞ്ഞ കാര്യങ്ങൾ ജീവിതമായിട്ട് ഒത്തുപോകുന്നു. ഇവിടെ അദ്ദേഹം അങ്ങനെ ജീവിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ടം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് സന്തോഷമായി. കണ്ടോ, അദ്ദേഹം സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ചോദ്യം വന്നില്ല, എന്തുകൊണ്ട് വചനം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അത് അനുഭവിക്കുന്നില്ല, അദ്ദേഹം മുൻനിരയിൽ നിന്ന് നയിക്കുന്നില്ല, അദ്ദേഹം കഷ്ടം സഹിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തിമത്തിയോസ്മാരോട് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നില്ല? എങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരണ്ടേ? 3-ാം അധ്യായം 1 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. എന്നിട്ട് 3-4 വാക്യം വായിച്ചേ ഷിജിപാസേ. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇവിടെ പറയാണ്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 2 വാക്യം എടുത്തത് 3-4 വാക്യം. 3-ാം വാക്യത്തിൽ ഒരു വാക്ക് കാണുന്നുണ്ട്, കഷ്ടം അനുഭവിപ്പാൻ നാം എന്ന് പറഞ്ഞാൽ സിംഗുലറോ പ്ലൂറലോ? അത് ഏകവചനമല്ല, ബഹുവചനമാണ്. നാം, അതായത് തെസ്സലോനിക്ക സഭയും ശുശ്രൂഷകരായ പൗലോസും തിമത്തിയോസും സിലനോസും അവരെയൊക്കെ ചേർത്താ പറയുന്നത്, നാം കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് എന്താ? നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമെന്നല്ല പറഞ്ഞത്, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന്, അതെല്ലാം നടന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. തെസ്സലോനിക്ക സഭ മാത്രമല്ല, മക്കതോന്യ സഭയുമായി ബന്ധപ്പെട്ട് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചേ.
2 Corinthians chapter 8. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോഴും അവർ സന്തോഷ സമൃദ്ധിയിലായിരുന്നു. സന്തോഷത്തിലായിരുന്നു എന്നല്ല വായിച്ചത്, സന്തോഷ സമൃദ്ധിയിലായിരുന്നു. അവർ ആനന്ദത്തിൽ ആറാടുകയായിരുന്നു എന്ന് വേണേൽ പറയാം. അവർ കഷ്ടങ്ങൾ സഹിക്കുകയാണ്, അവർ സന്തോഷ സമൃദ്ധിയിലാണ്. അതിൻ്റെ നടുവിലും, അതായത് ഒന്നുമില്ലായ്മയുടെ നടുവിലും അവർ ധാരാളം ഔദാര്യം കാണിക്കുന്നവരുമായിരുന്നു. ഇപ്പം നമ്മൾ കേട്ടത് കോട്ടയത്തെ അച്ചായൻ്റെ എസ്റ്റേറ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു 35 ഏക്കർ കൂടെ ചേർക്കുന്ന കാര്യമാണ് കേട്ടത്. പക്ഷെ മക്കതോന്യ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ അവരുടെ ശൂന്യതയിൽ പോലും ഉള്ളത് വീതം വയ്ക്കാൻ മനസ്സുള്ളവരായിരുന്നു, കൊടുക്കുന്നവരായിരുന്നു മക്കതോന്യ സഭ. ആ കാരണത്താലാണ് അവർ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ത്രില്ല് അനുഭവിക്കുകയായിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ത്രില്ല് അവർ അനുഭവിക്കുകയായിരുന്നു. അവർ കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും കരുതിയൊക്കെ മുന്നോട്ട് പോവുകയാണ് അല്ലേ. അതൊക്കെ അവരെങ്ങനെ അഭ്യസിച്ചത്? ഈ മനുഷ്യനിൽ നിന്നല്ലേ അത് കേട്ടത്. പൗലോസ് അവരുടെ മുമ്പിൽ അങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു, ചെലവായി പോവുകയായിരുന്നു. എന്താ നമ്മൾ വായിച്ചത് 2-ാം അധ്യായത്തിൽ? പ്രാണനെ വെച്ചു തരാൻ ഒരുക്കമായിരുന്നു എന്നൊക്കെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് ക്രിസ്തീയ സഭ എല്ലാ കാലത്തും അനവധി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇത് ബൃഹത്തായ സബ്ജക്റ്റാണ്, അതിലേക്കെല്ലാം ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ ശുശ്രൂഷകർ ഈ തലമുറയിൽ സുഖലോലുപതയിലേക്ക് പോയി. സാത്താനവരെ വെഞ്ചാമരം വീശി വീശി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിനിടയിൽ നിന്ന് അവർ കോട്ടുവായിട്ടുണ്ട് എഴുന്നേറ്റ് വന്നിട്ടാണ് പറയുന്നത്, ഞാൻ ഈസിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കട്ട സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ ധന്യനായ പൗലോസ്ലീഗ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നൊരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഹീബ്രു ചാപ്റ്റർ 13, 12-14. 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാസികളെ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രേ നാം അന്വേഷിക്കുന്നത്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. എങ്ങനെ? വിശദീകരണമാണ് ഈ എബ്രായ ലേഖനം മുഴുവനും. എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദീകരണം, അതിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ, അക്കാരണത്താൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് വെളിയിൽ അവൻ്റെ അടുക്കൽ ചെല്ലുക. യെരുശലേം എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോണുണ്ട്, ഒരു പാളയമുണ്ട്. ആ പാളയത്തിൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? അവിടെ പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, സദൂക്യരുണ്ട്, മഹാപുരോഹിതനുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാ ഗ്രൂപ്പ്സും അവിടെയുണ്ട്. അവിടെ കോഹൻസ് അവിടെയുണ്ട്, എല്ലാവരും അവിടെയുണ്ട്, സകല ആൾക്കാരും അവിടെയുണ്ട്. അതേസമയം യെരുശലേം നഗരത്തിന് വെളിയിൽ ഗോൽഗോഥ എന്ന കുന്നിന് മുകളിൽ ഒരുവൻ 3 ആണിമേൽ തൂങ്ങിക്കിടപ്പുണ്ട്. നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് അവിടേക്ക് ചെല്ലാനല്ല പറയുന്നത്. ശരിക്കും എന്താ വായിക്കുന്നത്? നാം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നിന്ന വഹിക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം പോകാനായിട്ട്. അവൻ്റെ അടുക്കൽ പോകുക എന്ന് പറഞ്ഞാൽ ലോകം നിന്ദിക്കും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് യെരുശലേമിൽ ഒരു വ്യക്തി കടന്നു പോവുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്താ പറയുന്നത്? ദൈവദൂഷകനായ ഒരുവനെ ക്രൂശിച്ചിട്ടിരിക്കുക, ന്യായപ്രമാണത്തെ മറിച്ച് കളയുവാൻ, മോശയുടെ പ്രമാണങ്ങളെയെല്ലാം ചവിട്ടിമതിച്ച ഒരുവനെ ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ ഇതാ അവനെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ സാമാന്യജനം പറയുന്നത്, ഭരണവർഗം എല്ലാം പറയുന്നത്, പൗരോഹിത്യവർഗം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒത്ത നടുവിലേക്ക് ഒരുത്തം കടന്നു ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം എന്തായിരിക്കും പറയുന്നത്? ഇവനും ആ കൂട്ടത്തിലുള്ളതാണെന്ന് അവർ പറയും. നിന്ന വഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങോട്ട് അടുത്ത് വന്നാൽ മതി. ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുക, അതാണ് അവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുക. അപ്പോൾ പാളയത്തിന് വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിന്ന നാം വഹിക്കേണ്ടി വരും. സത്യവിശ്വാസത്തിന് വേണ്ടി, അതായത് യഥാർത്ഥ ഉപദേശത്തിന് വേണ്ടി, ക്രൂശിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി ആ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് കഷ്ടം വരട്ടെ എന്നൊന്നും പറഞ്ഞ് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മെ അനുഗമിക്കും. നിന്നയും അപമാനങ്ങളും പഴിയും ദുഷിയും എല്ലാം നമ്മെ അനുഗമിക്കും. നാം അവനോട് ചേർന്ന് നിന്നാൽ മതി, ക്രൂശിനോട് ചേർന്ന് നിന്നാൽ മതി, ക്രൂശ് വഹിച്ചാൽ മതി. പല വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. ക്രൂശിനോട് ചേർന്ന് നിന്നാൽ മതി, ക്രൂശ് വഹിച്ചാൽ മതി. ജനം നമ്മെ നിന്ദിച്ചുകൊള്ളും, നാം കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്നാൽ ഉറപ്പല്ലേ? വചനം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചമാണ്.
അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ലെന്ന് പറഞ്ഞാൽ ഇരുളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് വെളിച്ചവുമായിട്ട്. ഇരുൾ വെറുതെ ഇരിക്കുമോ? ഇരുളിൻ്റെതായ ചെറുത്തുനിൽപ്പ് നടത്തും. ഇരുളിൻ്റെ ചെറുത്തുനിൽപ്പ് നടത്തും. ചെറുത്തുനിൽപ്പൊക്കെ വിഫലമാണെന്നുള്ളതാണ് സത്യം. ചെറുത്തുനിൽപ്പൊക്കെ വിഫലമായി പോകുന്നുള്ളതാണ് സത്യം. പക്ഷേ ചെറുത്തുനിൽപ്പുണ്ടാകും. അതാണ് എഫീസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട്. എന്നാ പോരാട്ടം? പോരാട്ടം ഉണ്ടെന്നേ. സാത്താനി ലോകം എന്ത് ചെയ്യാനാ? പക്ഷേ അവർക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അധികാരത്തിലും ശക്തിയിലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ദൈവമക്കൾ അതിനോട് എതിർക്കണമെങ്കിൽ സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗം ധരിച്ച് ആ പോരാട്ടത്തിൽ മുൻപോട്ട് പോകണം. 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് പോരാട്ടമുണ്ട്. പിന്നീടുള്ള കാലത്ത് നമുക്ക് പോരാട്ടം ഉണ്ടാകില്ല. കാരണം ആ സമയം വരുമ്പോൾ AC കണ്ടുപിടിക്കും. നമ്മുടെ പാസ്റ്റർമാരെ എല്ലാം നമ്മൾ AC റൂമിൽ ഒതുക്കും. അങ്ങനെ പോരാട്ടങ്ങളും സാത്താൻ്റെ തീയമ്പുകളൊന്നും കടന്നു വരാതെ വണ്ണം AC റൂമിൽ അവരെ നമ്മൾ അടയ്ക്കും എന്ന് പൗലോസ് പറഞ്ഞോ? അങ്ങനെയൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. എല്ലാ കാലത്തും തീയമ്പ് വരും. എന്നാ AC ഓൺ ചെയ്തെന്ന് പറഞ്ഞാലും തീയമ്പ് നിന്നെ കൊണ്ടുപോകും ഉദ്ദേശി. ഏത് ഉദ്ദേശിയാണല്ലേ? എന്നെയും കൂട്ടിയാട്ടോ പറയുന്നത്, എന്നെയും ചേർത്ത് തന്നെയല്ലേ പറയുന്നത്. എന്ത് തന്നെ കവചം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തീയമ്പ് കടന്നു വരും. വിശ്വാസം എന്ന പരിച കയ്യിലുണ്ടോ നമുക്കതിനെയെല്ലാം തടുക്കാൻ കഴിയും. വിശ്വാസം എന്ന പരിച. അപ്പോൾ സഹോദരങ്ങളെ, ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്ന് എന്താ നമ്മൾ കാണുന്നത്? നമ്മൾ എന്താ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാളയത്തിന് വെളിയിലല്ലേ? കംഫർട്ട് സോണിലാണോ ക്രിസ്തീയ ജീവിതം? ഇന്ന് കാണുന്ന സോക്കോൾഡ് പെന്റിക്കോസിൻ്റെ നടുവിൽ ജീവിച്ചാൽ അതിൻ്റെ ലീഡർമാർ തന്നെ പറയുന്നത് ഇവിടെ എങ്ങും ഒരു കട്ടവുമില്ല, ഞങ്ങളാരും ഒരു കട്ടവും സഹിക്കാറില്ല. അതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ? അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. ഈ ജയിലിലൊക്കെ പോയ ആളുകൾ കട്ട സഹിക്കുന്നു എന്ന് അങ്ങനെ പറഞ്ഞ്. ജയിലിൽ പോകണോ കട്ട സഹിക്കാൻ? ഞാൻ ഒരു ജയിലിലും പോയിട്ടില്ല. ജയിൽ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജയിൽ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ, മരുഭൂമി സമാനമായ അനുഭവങ്ങളിലൂടെ, ഇടവും വലവും കാണാൻ കഴിയാതെ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു പച്ചത്തുരുത്ത് പോലും കാണാതെ, ഒരു കൈത്തിരിവട്ടം പോലും കാണാതെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കൈപ്പത്തിയോളം മേഘമൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്നത് അല്ലേ? ഈശാനമൂലങ്ങൾ അടിച്ചിട്ടുണ്ട്. പലവിധമായ കാറ്റുകൾ, കോളുകൾ, തിരമാലകൾ, അലമാലകൾ എല്ലാം അടിച്ചു വന്നിട്ടുണ്ട്. നമ്മളൊരു സമർപ്പണത്തിലാണെങ്കിൽ ഞാൻ ഈ വചനത്തിന് വേണ്ടി നിൽക്കും, ഉപദേശത്തിന് വേണ്ടി നിൽക്കും, മുഖം നോക്കില്ല, ആരുടെയും പാരിതോഷികങ്ങൾ അനാവശ്യമായി വാങ്ങില്ല, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് ഞാൻ തന്നെ വിചാരിക്കണം. ഉപദേശിയായ ഞാൻ തന്നെ വിചാരിക്കണം. ചുമ്മാ കിട്ടിയ സിമൻറ്റും ചാക്കും മേടിക്കരുത്. ചുമ്മാ കിട്ടുന്നതല്ലേന്നും കരുതി സിമൻറ്റും ചാക്കും മേടിക്കാൻ പോകരുതെന്നേ. നമ്മുടെ പോരാട്ട വീര്യമാണ് ചോർന്നു പോകുന്നത്. പോരാട്ട വീര്യം ചോർന്നു പോകും. അത് ചോർന്നു പോകുന്ന ഒന്നിനും ഒരു ശുശ്രൂഷകന് ഇട കൊടുക്കരുത്. തൻ്റെ ജീവിതത്തിലെ പോരാട്ട വീര്യം ചോർത്തിക്കളയുന്നത് ഓവർസിയർ പദവിയാണെങ്കിൽ, സൂപ്രണ്ടൻ്റ് എന്ന പദവിയാണെങ്കിൽ, ജനറൽ പ്രസിഡന്റ് എന്നുള്ള പദവിയാണെങ്കിൽ, സെൻട്രൽ പാസ് എന്നുള്ള പദവിയാണെങ്കിൽ പദവികളെല്ലാം വലിച്ചെറിയണം. എന്നിട്ട് പാളയത്തിന് വെളിയിലേക്ക് വരണം. അവിടെ ധാരാളം വിശുദ്ധന്മാരുണ്ട്, ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുന്നവർ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവർ അവിടെയുണ്ട്. അവർ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ആഗ്രഹിക്കാത്തവരാണ്. നാടോടുമ്പേ നടുവേ ഓടാത്തവരാണ്. നാടോടുമ്പേ നടുവേ ഓടുവാന്ന് എബി ആ നാടോടുമ്പേ നടുവേ ഓടുന്ന പടം ഒന്ന് കാണിച്ച് വേഗം നിർത്തിയേക്കാം. ദൈവമേ, ഇനി ഇരുത്തി കഴിഞ്ഞാൽ ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടി വരും എല്ലാവർക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസംഗി തന്നെയാണ് ഒരു മാരേജ് സെറമണിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാം പലരും ഈ ലോകത്തിൻ്റെ ശുശ്രൂഷകരാണ്. അതായത് ന്യൂ ജനറേഷൻ പെന്തിക്കോസിൻ്റെ അപ്പസ്തലന്മാരാണ് ചിലരൊക്കെ. നമ്മുടെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര, നമ്മുടെ ബഹുമാനപ്പെട്ട അഞ്ചലിലുള്ള ഉപദേശി, അതായത് വിശുദ്ധ ചിരി, വിശുദ്ധ ഛർദി ഒക്കെ ഈ ബാംഗ്ലൂർ വന്ന് കൈകാര്യം ചെയ്തയാൾ. പിന്നെ കണ്ടതാരം നമ്മുടെ ഗുമ്മൻ പ്രവാചകൻ, ചുമ്മാ നേരം പോക്കിന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഗുമ്മനുണ്ട്. പിന്നെ പാട്ട് പാടുന്നവന്മാരെല്ലാം തലതെരിഞ്ഞവന്മാരാണ്. അവരെല്ലാം നിർത്തിക്കൊണ്ടാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും നമ്മൾ. ഓവർസീറും അസിസ്റ്റൻ്റ് ഓവർസീറും, പിന്നെ ഏഷ്യ പസഫിക് അന്റാർട്ടിക്ക, അദ്ദേഹം ഏഷ്യ പസഫിക് അന്റാർട്ടിക്ക മറ്റോ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും നിരന്നിരിക്കുകയാണ്. ഇങ്ങനെയാണോ പാളയത്തിന് വെളിയിൽ നിന്ന് സഹിക്കുന്നത്? ഇത് ലോകക്കാരുടെ എല്ലാം കൂടെ കൂടുകയല്ലേ, ലോകത്തിൻ്റെ കൂടെ കൂടുകയല്ലേ? ഒരു സത്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, ഒരു ന്യായത്തിന് വേണ്ടി, ഒരു നീതിക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇത്തരക്കാരെങ്കിലും തോളത്ത് കൈയിടാൻ വരുമോ? അങ്ങനെയുള്ള ദേവദാസന്മാരെ വിളിച്ച് ആരെങ്കിലും കല്യാണത്തിന് ശുശ്രൂഷിപ്പിക്കുമോ? അവിടെ ഒരു ആമയും പറയാൻ പോലും അവസരം കൊടുക്കുമോ?
എന്തുകൊണ്ട് എല്ലാവരും ഇവരെയൊക്കെ വിളിക്കുന്നത്? ഇവർ നാടോടുമ്പോൾ നടുവേ ഓടും, ഇവരെല്ലാത്തിലും കൂടും. ഇവരുടെ ജീവിതത്തിൽ ഘട്ടങ്ങളൊന്നുമില്ലല്ലോ, ഇവരുടെ ജീവിതത്തിൽ ഘട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് അത്തരക്കാർ ഇവരെയൊക്കെ വിളിക്കുന്നത്. സൗരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം എന്താ? ഒരു ശുശ്രൂഷകൻ സത്യത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവർ പലരുടെയും തോളത്ത് കൈയിടാൻ കഴിയില്ല, പലതും കാണുമ്പോൾ കണ്ണടച്ചു പോകാൻ കഴിയില്ല. അവൻ വിശുദ്ധവും സാമാന്യവും വേർതിരിക്കും, മലിനവും നിർമ്മലവും വേർതിരിക്കും, അല്ലേ? ശുദ്ധവും അശുദ്ധവും വേർതിരിക്കും. അപ്പോൾ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ വേദിയിലിരിക്കുന്നത് എല്ലാം ലോകത്തിൻ്റെ ഏജൻറ്റുമാരാണ്. അതിൽ പലരും ദൈവത്തിൻ്റെ ദാസന്മാരുമാണ്. അതാണ് രസം. അതിൽ പലരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്, പക്ഷേ അവർ ലോകത്തിൻ്റെ ഏജൻറ്റുമാരാണ്. ഡബിൾ സ്റ്റാൻഡ് ഉള്ളവരാണ്. അപ്പോൾ എന്താ ഈ കൊച്ചു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ആ മെസ്സേജിൻ്റെ ഒടുക്കം അദ്ദേഹം പറഞ്ഞത്, പാവപ്പെട്ട ജനത്തോട് കഷ്ടം പറഞ്ഞിട്ട് ഞാൻ AC-യിൽ ഇരുന്ന് സുഖിക്കുന്നത് മര്യാദയാണെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ടവരെന്നുള്ള ലേവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് വലിയ സന്തോഷമായി. ഞങ്ങളെയാണല്ലോ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത്. ഞങ്ങൾ പാവപ്പെട്ടവരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് AC-യിൽ ഇരിക്കാനായിട്ടൊരു വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ അദ്ദേഹം പരിഗണിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അദ്ദേഹം ആരെയാണോ പാവപ്പെട്ടവരെന്ന് ഉദ്ദേശിച്ചത്, ആ ആളുകളിൽ മെജോറിറ്റിക്കും വചനമൊന്നും അറിയില്ലെന്നേ. അവരിങ്ങനെ പാവപ്പെട്ടവരായിട്ട് ഇങ്ങനെ പാവയായിട്ടിരിക്കുക, ഇവരെല്ലാം പറയുന്നതിന് ആമീൻ പറയാനായിട്ട്. എന്നാൽ വചനം അറിയാവുന്നവരായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാർ അവർ ക്രിസ്തുവിൽ സമ്പന്നന്മാരാണെന്ന് അവർ സ്വയം അവരോട് തന്നെ പറയില്ലായിരുന്നോ? ഞങ്ങൾ ഏതർത്ഥത്തിലാണ് പാവപ്പെട്ടവർ? ബാങ്ക് ബാലൻസ് ഇല്ലാത്തതാണോ? പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നന്മാരാണ്, അല്ലേ? അങ്ങനെ ചിന്തിക്കണ്ടേ അവർ? അങ്ങനെ ചിന്തിച്ച് അവർ ആത്മീയമായി വളർന്ന് വചനപ്രകാരം മുൻപോട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓവർസീർ പറഞ്ഞ കാര്യങ്ങളൊന്നും തെളിമയുള്ള കാര്യങ്ങളല്ല. അത് ഇൻ്റർനാഷണൽ ദുരുപദേശമാണെന്നൊന്നും അല്ല പറയുന്നത്. അതൊന്നും തെളിമയുള്ള കാര്യങ്ങളല്ല. ഈ തലമുറയിലെ ശുശ്രൂഷകന്മാരും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹവും ആലസ്യത്തിലേക്ക് പോയി എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. ആലസ്യത്തിലേക്ക് പോയി. അവർ മുൻനിരയിൽ പോരാട്ട വീര്യത്തോടെ നിൽക്കുന്നില്ല. ഉപദേശത്തിൻ്റെ കാറ്റുകൾ വന്നിട്ട് ഇവരാരും അറിയുന്നു പോലുമില്ല. ഒരു മനുഷ്യൻ അറിയുന്നില്ല. അദ്ദേഹം നിൽക്കുന്ന ആ സമൂഹത്തെ വിളിക്കുന്ന ദൈവസഭ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ദൈവസഭയുടെ ഓവർസീർന്ന് ദൈവസഭയിലാണ് വന്നിരിക്കുന്നത്. ദൈവസഭയിൽ വിശുദ്ധ ചിരിയും വിശുദ്ധ ഛർദിയും ഒക്കെ പറയുന്ന ആളുകളാണ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ ഇദ്ദേഹം വിളിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെന്നാണ്. എങ്ങനെ നാക്കെടുത്ത് ചലിപ്പിക്കാൻ തോന്നിയെന്നാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, അത്ഭുതമായിട്ട്. അപ്പോൾ സഹോദരങ്ങളെ, ന്യൂ ജനറേഷൻ കാറ്റുകൾ ഒരു സൈഡിൽ നിന്ന്, മെയിൻ ലൈൻ പെന്തിക്കോസിലും അടിക്കുന്ന കാറ്റുകൾ വേറൊരു സൈഡിൽ, ബുദ്ധിജീവി ചമഞ്ഞു വരുന്ന വേറൊരു കൂട്ടരെ ഒരു സൈഡിൽ, എല്ലാ സൈഡിൽ നിന്നും കാറ്റുകൾ അടിക്കുകയാണ്. ഇതിനോടെല്ലാം നമ്മൾ പ്രതികരിച്ച് ഈ ഒഴുക്കുകൾക്കെല്ലാം എതിരെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാം സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, അവസാന ശ്വാസം വരെ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് നമ്മുടെ ജീവിതത്തിൽ പറയാനിടയാകണം. വിശ്വാസവും ബാറ്റണമൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ നമുക്ക് ഇടവരരുത്. നമ്മൾ കർത്താവ് നടന്ന ആ പാതയിലേക്ക് കടന്നു നിൽക്കുകയാണെങ്കിൽ, അതായത് ട്രാക്കിലാണെങ്കിൽ ട്രെയിൻ അങ്ങ് ജമ്മു കാശ്മീർ വരെ പോകും, ട്രാക്കിലല്ലെങ്കിൽ എങ്ങും പോവില്ല. നാം ട്രാക്കിലാണെങ്കിൽ, ക്രിസ്തു നടന്ന പാതയിലാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തും. അങ്ങനെ നടത്തിയ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിനോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ഞാൻ സന്തോഷിക്കുകയാണ്. അതിലൂടെ എനിക്ക് അവനെ അറിയണം, എനിക്കവനെ നേടണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കവനെ അറിയണം. നമ്മുടെ സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ, അതായത് വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന 4 കാര്യങ്ങളാണ്. 1 യേശുക്രിസ്തുവിൻ്റെ രക്തം, 2 തൻ്റെ ആത്മാവിനാൽ, 3 തൻ്റെ വചനത്താൽ, 4 നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കും, സഫറിങ്സ് അത് അനുവദിക്കും. അതിലൂടെ നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്, നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മെ ഫർണസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, കഷ്ടത എന്ന ചൂളയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ശരിക്കും നാം വരുന്നത് ഒരു ഫർണസിലേക്കാണ്, ഒരു ചൂളയിലേക്കാണ്. ആ ചൂളയിൽ നമ്മെ ക്ലെൻസ് ചെയ്യുകയാണ്, അവിടെ നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. അവിടെ നിന്നാണ് നമ്മെ സിംഹാസനത്തിലേക്ക് വിളിക്കുന്നത്. മലയാളം ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് ഒത്തുനോക്കി ആ വാക്യം വായിക്കണം, ഇംഗ്ലീഷ് KJV. അപ്പോൾ ആ ഫർണസിൽ നിന്ന്, ആ തീയുടെ അനുഭവങ്ങളിൽ നിന്ന്, ആ ചൂളയുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മെ പേര് ചൊല്ലി വിളിക്കുകയാണ്. സെർനെയിം കൂട്ടിയാണ് വിളിക്കുന്നത്. കെൽയു എന്നുള്ളൊരു പദമാണ് അതിന് കൊടുക്കുന്നത്. കെൽയു, സെർനെയിം ചേർത്ത് നമ്മളെ വിളിക്കുകയാണ്.
എങ്ങോട്ടാ? സിംഹാസനത്തിലേക്ക്. ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും. ഓവർകമേഴ്സ് എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും. ഓവർസീർ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുന്നു, വാക്യമില്ല കേട്ടോ. ഓവർസീർ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുന്നു, വാക്യമില്ല. ഓവർകമേഴ്സ് മാത്രം എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുമെന്നാണ് വാക്യം. ആ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.